ഇത് നോക്കിയേ എന്ത് രസമാണ് മീൻ നോക്കിയേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലാണ്, പാലക്കാട്. ഓക്കെ, പാലക്കാട് 2 ആഴ്ചയായിട്ട് ഒന്ന് അപ്ഡേറ്റ് ആയിരുന്നു. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പാലക്കാട് ലുലു മോൾ വന്നു. ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമല്ലേ ലുലു മോൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ പാലക്കാടും വന്നു. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ഉള്ള ആൾക്കാരൊക്കെ കൊച്ചിയിൽ പോകേണ്ട ആവശ്യമില്ല, പാലക്കാട് തന്നെ വരാം ലുലു മോൾ കാണാൻ. അപ്പോൾ ഞങ്ങളിന്ന് ലുലു മോളിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം, അവിടെ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി കാണാം. ഇതാണ് കേട്ടോ ലുലു മോളിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ. നല്ല തിരക്കാണേ. ഇപ്പോൾ ഏകദേശം ഒരു 11-11:30 ആയിരുന്നു. നല്ല തിരക്കുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. ഇതാണ് ലുലു മോളുടെ എൻട്രൻസ്. നമ്മൾ ഇതിനുള്ളിൽ എൻട്രി ചെയ്തപ്പോൾ തന്നെ ബ്രാൻഡഡ് ഷോറൂംസ് ആണ് കേട്ടോ. നോർത്ത് റിപ്പബ്ലിക്, നാവിഗേറ്റർ, വി സ്റ്റാർ, വിസ്മയ, കളേഴ്സ്, അക്ഷയ. ഓക്കെ, ഇതൊക്കെ ബ്രാൻഡഡ് ഷോറൂംസ് ആണ്. ആൾക്കാരെ കണ്ടിട്ടോ ഷോറൂംസിൽ. മേക്ക് യുവർ ഓൺ പെർഫ്യൂം. നമ്മൾ ലുലു മോളിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് ആണ്. നല്ല അടിപൊളി ഹൈപ്പർ മാർക്കറ്റ് ആണ്. നമുക്ക് ഇതിനുള്ളിൽ ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇന്ന് വീക്ക് ഡേ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടേ ഇത് സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ്. കോഫിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എൻ്റർ ചെയ്തിട്ടേ റൈറ്റ് സൈഡിൽ തന്നെ സോപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് മുഴുക്ക സോപ്പിൻ്റെ സെക്ഷനാണ്. ഓക്കെ, നമുക്ക് എന്ത് സോപ്പാണ് വേണ്ടത് ആ സോപ്പ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. എല്ലാ സോപ്പിൻ്റെ സെക്ഷൻ എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോപ്പ്, ഷാംപൂ, നമ്മുടെ ഈ ഡീൽ ഡെസ്റ്റിനേഷൻ ഇതില്ലേ, ഈ ഡീൽ ഡെസ്റ്റിനേഷൻ എഴുതി കൊടുത്തൊക്കെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇതാണ് ബേബി കെയർ സെക്ഷൻ. ഇവിടെ മുഴുക്ക കുട്ടികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ലോഷനും ക്രീമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ലാക്ടോജൻ എന്താ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ജ്യൂസസ്, എല്ലാ സാധനവും അവൈലബിൾ ആണ്. എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഒക്കെ ഓഫേഴ്സ് ഉണ്ട്. പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ ഓഫേഴ്സ്, ഇതൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചാണ്. ഇവിടെ മുഴുക്കെ എയർ ഫ്രഷ്നറും അഗർബത്തിയും ചന്ദനത്തിരിയും അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എയർ ഫ്രഷ്നർ, ഇൻസെക്ടിസൈഡ്, അഗർബത്തി, പൂജ ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കിയാൽ മതി, അത് അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ ഡീൽ ഡെസ്റ്റിനേഷനാണ്. ഇവിടെയൊക്കെ ഓഫേഴ്സ് ഉണ്ട്. കുട്ടികൾക്കുള്ള മാമി പോക്കോ 1399 ആണ് റേറ്റ്, പക്ഷേ ഓഫേഴ്സ് ഉണ്ട്. 1049 നമുക്കിവിടെ കിട്ടും. ഇവിടെ മുഴുക്കെ ഗ്ലാസ് ഐറ്റംസ് ആണ് കേട്ടോ. ഗ്ലാസ്, പ്ലേറ്റ്, എല്ലാ സെക്ഷനിലും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്കാരുണ്ട് കേട്ടോ. ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷനും നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കാണാൻ പറ്റില്ല. പിന്നെ മാക്സിമം ഓഫേഴ്സും കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റുകൾ കണ്ടോ, നല്ല നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ. ഏത് തരം പ്ലേറ്റ് നമുക്ക് വേണം അത് അവൈലബിൾ ആവുന്നതാണ്. എത്ര പ്ലേറ്റ് വേണം? 1 വേണം, 2 വേണം, 3 വേണം, 10 വേണം,
ജോഡിയായിട്ട് വരുന്നത് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇത് ടിഫിൻ ബോക്സസ്, ടിഫിൻ ബോക്സ്, ഡബ്ബ, വാട്ടർ ബോട്ടിൽ, ജഗ്. ഈ ജഗ്ഗൊക്കെ നോക്കിയേ, റോയൽ ജഗ് നോക്കിയ, റോയൽ ജഗ് അല്ലേ? നോക്കിയേ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ മാതിരി ഉണ്ട്. ഇതിന്റെ റേറ്റ് ആണ് 2048 റുപ്യ. ദ ഫിഷ് മീറ്റ് മാർക്കറ്റ്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഫിഷ് മാർക്കറ്റിൽ എന്തൊക്കെയാ അവൈലബിൾ. ഇത് മുഴുക്കൻ നോൺ വെജ് സെക്ഷൻ ആണ്. പക്ഷെ ഇന്ന് രാവിലെ ആയത് കാരണം തിരക്ക് കമ്മിയാണ് കേട്ടോ. ഇവൊക്കെ ഡീൽ ഡെസ്റ്റിനേഷൻ, എല്ലാ ഓഫേഴ്സ് ആണല്ലോ. 385 പെർ kg, 350 ചിക്കൻ ബോൺലെസ്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവരുടെ അവർ വെച്ചിരിക്കുന്ന സ്റ്റൈലാണ്. ഇത് ഭംഗിയായിട്ട് അവർ വെച്ചോണ്ട് നോക്കിയാൽ. ഓസ്ട്രേലിയൻ ലാമ്പ് എന്താണെന്നറിയില്ല, പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഫിഷിന്റെ സെക്ഷൻ നമുക്ക് നോക്കാം. ഫിഷിന്റെ സെക്ഷനിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ കൂടുതൽ ഫിഷ് ആവാമെന്ന് തോന്നുന്നു. ഫിഷ് ഉണ്ട് ഇവിടുന്ന് മുതൽ ആദ്യം വരുന്ന ഫിഷ് ഫ്രഷ് മീനാണ് കേട്ടോ. ഇത് മാരിനേറ്റഡ് ഫിഷ്. ഇതൊക്കെ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനുകളാണ്. ജസ്റ്റ് നമ്മൾ ഇതുകൊണ്ട് കൊണ്ടുപോവുക, ചട്ടിയിൽ എണ്ണ ഒഴിക്കുക, ചട്ടിയിൽ ഇടുക, പൊരിക്കുക, വറക്കുക, തിന്നുക. അത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, റെഡി ടു ഈറ്റ് ആണ്. ഇത് ഫിഷിൻ്റെ സെക്ഷൻസ് ആണ്. ഇവിടെ മുഴുക്കം നോക്കുകയാണെന്ന് വെച്ചാൽ ബോട്ടിൽ ഓഫ് ഹാപ്പിനെസ് ഫോർ യുവർ സ്പെഷ്യൽ വൺസ്. ഇത് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. നമുക്ക് സ്വയം വീട്ടിൽ വയ്ക്കേണ്ട. ഇതിലൊക്കെ ഓരോരോ ബോട്ടിലിൽ മീൻ കണ്ട. നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ വെക്കില്ല, അതേ മരുന്ന് നോക്കി എന്ത് രസം കാണാൻ നോക്കി. വാ, കണ്ട, ഇതൊക്കെ മീനുണ്ട് കണ്ട. ഇത് നോക്കിയേ, അത് നോക്കിയേ, എന്ത് രസമാണ് മീൻ നോക്കിയേ. അവസാനം കുറേ ബഹളങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മോളൊരു ഡ്രോയിങ് കിറ്റ് വാങ്ങി. ഓക്കെ, ഞാനത് പൊളിച്ച് നോക്കണം എന്താണെന്ന്. മോളെ ഹാപ്പി ആയാ? ഹാപ്പി ആയാ? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക്. ഹാപ്പി ആയാ? ഹായ്ന്ന് പറയാം. ഇതൊക്കെ മിക്ചറിൻ്റെ സെക്ഷനാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ മിക്ചറിൻ്റെ സെക്ഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, വെറൈറ്റി ഓഫ് മിക്ചർ കണ്ടോ. ആ അറ്റം വരെ മിക്ചറാണ് കേട്ടോ. മിക്ചർ ഇതാ ഇവിടെ മുറുക്ക് ഒക്കെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ, എനിക്കിഷ്ടപ്പെട്ട മിക്ചർ ഇതാണ്. അപ്പോൾ ഇതൊന്ന് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഇത് എത്ര റേറ്റ്? 77 റുപ്യ. ദാ കിച്ചൺ. നമുക്ക് ദാ കിച്ചണിൽ നോക്കാം എന്തൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടുന്ന് വാങ്ങിയിട്ട് മുകളിൽ പോയിരുന്ന് കഴിക്കാം. നോക്കാം ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആണ്. നല്ല തിരക്കാണ് കിച്ചൺ സെക്ഷനില്, നല്ല തിരക്കാണ് കേട്ടോ. ഇതാ കിച്ചണില് ബിരിയാണി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് റാവുത്തർ ബിരിയാണി കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെ മലബാർ ചിക്കൻ ബിരിയാണിയും പിന്നെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി അടിപൊളി തന്നെ കാണാം. അപ്പൊ ഇതൊക്കെ കുറച്ച് വാങ്ങിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ സമൂസ, സുഗിയൻ, ബോംബെ സമോസ എല്ലാം അവൈലബിൾ ആണ്. ഇത് വെജിറ്റേറിയൻ സെക്ഷൻ ആണ്. ഇതൊക്കെ വെജ് നൂഡിൽസ്, വെജ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ മഞ്ചൂരിയൻ, ഇവിടെ പനീർ ബിരിയാണി, നെയ്ച്ചോറ് എല്ലാം അവൈലബിൾ ആണ്. അടിപൊളിയാണ്. ഇതൊക്കെ വെറൈറ്റീസ് ഓഫ് പിസയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി പിസ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓ
ഇതാണ് ഇവിടുത്തെ ബേക്കറി കഫേ. ഇത് അടിപൊളിയാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സ്നാക്സും കാര്യങ്ങളും ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഇവിടെ കേക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. ഡൈൻ ഇൻ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാം. പക്ഷേ ഇത് ഞാൻ കൊച്ചിയിൽ കണ്ടിട്ടില്ല. കൊച്ചിയിൽ അങ്ങനെ ഇല്ല ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ്. നമുക്ക് 3rd ഫ്ലോറിൽ പോയിട്ട് ഇരുന്ന് കഴിക്കണം. പക്ഷേ ഇവിടെ നല്ലൊരു ഫെസിലിറ്റിയാണ് കേട്ടോ, ഇരുന്ന് കഴിക്കാം. ഇത് മുഴുക്ക കുക്കീസിന് സെക്ഷൻസ് ആണ് കേട്ടോ. റെഡ് കുക്കീസ്, ഓറഞ്ച് കുക്കീസ്, നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവർ ഓരോ സാധനങ്ങളും ഇവിടെ വെച്ചെടുക്കുന്നത്. ഇത് വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. നമുക്ക് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇത് മുഴുക്ക വെജിറ്റബിൾ സെക്ഷനാണ്. ക്യാപ്സിക്കം ഒക്കെ കാണാൻ എന്ത് രസം നോക്കിയേ. യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഓക്കെ, ഗ്രീൻ ക്യാപ്സിക്കം. നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇത് ഹെർബ്സ് ആൻഡ് ലീവ്സ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഇലകൾ നമുക്ക് കിട്ടും. ഇലകൾ എന്തെങ്കിലും വേണോ? മേത്തി ഉണ്ട്. മേത്തി എന്തെങ്കിലും വേണോ? വേണ്ടല്ലോ. അപ്പം എന്ത് ഭംഗിയായിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചത്. നാരങ്ങ, വലിയ നാരങ്ങ, മാങ്ങ, വെള്ളരിക്ക, പൈനാപ്പിൾ. ഇവിടുന്ന് മുഴുക്കെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അടിപൊളിയാണ് കാണാനും. ഓക്കെ, നോക്കി പീസ് റെഡ്, ഓക്കെ, പ്ലംസ്, കിവി എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇത് പോമിഗ്രാനേറ്റ് റെഡ്, ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ നോക്കിയേ. ഇവിടെയും വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആണ്. ഗ്രീൻ ആപ്പിള്, ഗ്രേപ്സ്, ചിക്കു, ഓക്കെ, ആപ്പിൾ ആംബ്രി. ഓക്കെ, ചില ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ കേട്ടിട്ടും കൂടി ഇല്ല കേട്ടോ. അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ. ഇത് സോർസ് ഓഫ് ഫ്രൂട്ട്. ഇത് എന്ത് ഫ്രൂട്ടാണ്? നിങ്ങൾ ഇവിടെ ആരും കണ്ടിട്ടുണ്ടോ? ഓക്കെ പപ്പ, ഇത് നോക്കിയേ പപ്പ, ഇതെന്ത് ഫ്രൂട്ടാന്നറിയോ? സോർസ് ഓഫ് ഫ്രൂട്ട്. 1 കിലോ 300 രൂപ, 299 rupees. ഇത് നമ്മൾ കേട്ടിട്ടും കൂടി ഇല്ല അല്ലേ? വെറൈറ്റി ഓഫ് ആപ്പിൾസ്, ആപ്പിൾ റോയൽ ഗാല. ഓക്കെ, ഇതിനെല്ലാത്തിൻ്റെ പേരും അതിൻ്റെ ഒറിജിനും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുക്ക ആപ്പിളാണ്. ആപ്പിളിൽ തന്നെ നമുക്ക് കുറേ വെറൈറ്റീസ് കാണാം കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് കേക്ക്സ് ഒക്കെ ഇനിയും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. വെറൈറ്റി ഓഫ് കേക്ക്സ്, വൈൻ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ഇത് ചില്ലർ സോണാണ്. അപ്പം നമുക്ക് ഇവിടെ എന്താ നോക്കാം. ഇവിടെ എന്താ അവൈലബിൾ ആണ്? ഇവിടെ നമുക്ക് ശ്രീഖണ്ഡ്. എനിക്ക് ശ്രീഖണ്ഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ 2 ശ്രീഖണ്ഡിൻ്റെ പാക്കറ്റ് എടുത്തു. ശ്രീഖണ്ഡിൻ്റെ പാക്കറ്റ് എടുത്തു. ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ആണ്. ട്രോപ്പിക്കാന, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കാം. ഒരു ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ മസ്റ്റായിരിക്കും. ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കാം. ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഐസ്ക്രീംസിൻ സെക്ഷനാണ് കേട്ടോ. ഇവിടുന്ന് മുതൽ അത് വരെ നമുക്ക് ഐസ്ക്രീം തന്നെയാണ്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് മുകളിൽ പോയിട്ട് കഴിക്കുക. ഇനി മുകളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. എന്താണ് ഫൺ ടൂറൊക്കെ ഉണ്ട്.
അപ്പോൾ കുറച്ച് കുട്ടികളുടെ കൂടെ കളിക്കും, പിന്നെ വീട്ടിൽ പോകും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫണ്ടൂര മോള് കളി തുടങ്ങി. ഇതാണ് കുട്ടികളുടെ ലോകം. ഓക്കെ, ഹൈപ്പർ മാർക്കറ്റ് എന്നല്ല കുട്ടികളുടെ ലോകം, അവളുടെ കുട്ടികളുടെ ലോകമാണ് ഇത്. ഇവിടെ മുഴുക്ക കുട്ടിപ്പട്ടാളങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മള് കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫണ്ടൂര കുറെ ചെറുതാണ് കേട്ടോ. 4 പുറം കളിപ്പാട്ടങ്ങളാണ്. അപ്പൊ അവൾക്ക് ഒരു കൺഫ്യൂഷൻ എവിടെ പോയി കളിക്കണം എന്ന്. പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ മോള് ഫണ്ടൂരയിൽ പോയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നല്ല തിരക്കാണ്. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയത്. വളരെ ഫുള്ളാണ് സീറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് വെജ്, ഞാനും അച്ഛനും വെജാണ് ഓർഡർ ചെയ്തത്. പനീർ ബിരിയാണിയും പിന്നെ നൂഡിൽസും, പിന്നെ ഇവിടെ റാവുത്തർ ബിരിയാണിയും പിന്നെ മലബാർ ബിരിയാണിയും. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഇതാണ് പനീർ ബിരിയാണിയും പിന്നെ നൂഡിൽസും. ഓക്കെ, കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നാലേ ചിക്കൻ ഉണ്ട്, മോമോ ഉണ്ട്, ടോപ്പ് ഇൻ ടൗൺ, പിസ്സ ഉണ്ട്, റൈസ് ആൻഡ് നൂഡിൽസ് ഉണ്ട്. ഓക്കെ, അപ് ടൗൺ ഈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരികയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ടൗണിൽ കിട്ടുന്ന സാധനം എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫാഷൻ സ്റ്റോറാണ്. ജസ്റ്റ് ഇതിനുള്ളിൽ നിന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിന് ഉള്ളിലേക്ക് വന്നേ. നല്ല വലിയൊരു സ്റ്റോർ തന്നെയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഓരോരോ സെക്ഷനിലും നമുക്ക് ആൾക്കാരെ കാണാം. ഇവിടെ കുറേ പേര് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഓരോരോ സെക്ഷനിലെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ മാതിരി ഉണ്ട്, വെറുതെ നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും മീഡിയം സൈസ്, ലാർജ് സൈസ്, എല്ലാവിധ ഡ്രസ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നടന്ന് നമ്മളെ കാല് കുഴയും. കണ്ട, കുട്ടികൾക്കുള്ള സൈക്കിളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്ത് ഭംഗിയാണ് നോക്കിയ സൈക്കിളും കാര്യങ്ങളൊക്കെ. കുട്ടികൾക്ക് ഇരിക്കാനുള്ള ടേബിള്. മറ്റേ തൊപ്പി വെച്ചേ. അടിപൊളി. അപ്പം എൻ്റെ മോളെ തൊപ്പിയൊക്കെ വെച്ച് നോക്കുകയാണ്, വെറുതെ ഒരു രസം. ഇത് വെച്ച് നോക്കിയേ, പെറ്റ് പീട്ടി വെച്ചാ. 2 തൊപ്പിയൊക്കെ വെച്ചിട്ട് മോള് നടക്കണേ. ഇത് മുഴുക്ക ജെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴെല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ. ഡി ബേക്കേഴ്സ്, കോർഡിജാനി, ഈറ്റൻ, അഡിഡാസ്, ഇതൊക്കെ ഫുള്ളി ബ്രാൻഡഡ് ആണ് എല്ലാം. ഡ്രസ്സിൻ്റെ അടുത്ത സെക്ഷനിൽ തന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടുകളും ടോയ് സെക്ഷനാണ് കേട്ടോ. എല്ലാവിധ ടോയ്സും അവൈലബിൾ ആണ് ഇവിടെ. കണ്ട, ബൊമ്മകള്. ഈ സെക്ഷൻ മുഴുക്ക ബൊമ്മകളാണ്. കുട്ടികൾക്കുള്ള ബൈക്ക്, സൈക്കിള്, എല്ലാ ഐറ്റമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ലുലു കണക്റ്റ് ആണ്. ഇവിടെ എല്ലാവിധ ഇലക്ട്രോണിക് ഐറ്റംസും അവൈലബിൾ ആണ്. ഫ്രണ്ടിലൂടെ വാഷിംഗ് മെഷീൻ,
TV, സ്പീക്കർ, എല്ലാവിധം ഐറ്റംസും അവൈലബിൾ ആണ്. എല്ലാ ഇലക്ട്രിക് ഐറ്റംസും ഉണ്ട് ഇവിടെ. പിയാനോ, സ്പീക്കർ. അവിടെ നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഗുഡ് ഡീൽസ് എന്നൊക്കെ കാണുന്നുണ്ട്. TV സെക്ഷൻ, സോണി, സാംസങ്, TCL. ഇതുണ്ടോ, ഇതൊരു സോണിയുടെ TV, 2 year വാറണ്ടി. സോണിയുടെ അല്ല, സോറി, TCL TV ആണിത്. കാണാൻ അടിപൊളിയാണ്. അതിന് റേറ്റ് എത്രയാണെന്ന് നോക്കട്ടെ. ഇതിന് റേറ്റാണ് 99,990. ഏകദേശം 1,00,000 രൂപയുടെ TV ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TVക്ക് ഇത് അറ്റ്ലീസ്റ്റ് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എത്ര ഇഞ്ചുണ്ട് ഇതിന്? 75 ഇഞ്ച്, 75 ഇഞ്ചിൻ്റെ TV ആണ്. അറൗണ്ട് 1 lakh rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഉണ്ടോ, എന്താണ് TV? പണ്ടൊക്കെ എന്തായിരുന്നു TV അല്ലേ? പണ്ടത്തെ TV ഒക്കെ ഒരു ഡബ്ബയായിരുന്നു, പിന്നെ അപ്പുറത്ത് കുറേ. ഇപ്പോൾ TV ഒക്കെ ഡബ്ബയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് LCD, LED, എന്തൊക്കെയാണ്. ഇതാണ് ലുലു കണക്റ്റിൻ്റെ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ ലുലു മോൾ വിസിറ്റ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ വന്നത് 11 മണിക്കായിരുന്നു. ഓക്കെ, 11 മണിക്ക് അത്ര തിരക്കുണ്ടായിരുന്നില്ല. തിരക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ എക്സിറ്റ് ചെയ്തത് 3 മണിക്കാണ്. 3 മണിക്ക് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്, ജനസാഗരം തന്നെ അല്ല പപ്പാ, നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലുലു മോളിൽ ഇവിടെ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ ഫാഷൻ പോയിന്റ്, ലുലു കണക്റ്റ്, പിന്നെ ഫൺ ടൂർ, ഇതാണ് മെയിൻ സംഭവങ്ങൾ. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ. ബൈ പറഞ്ഞേ. ഓക്കെ.